ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഫുഡ് ബ്ലോഗിനായി എത്തിയിരിക്കുന്ന സോഫിയ മന്തിയിലാണ്. ഇവിടെ മെയിൻ ആലുവയിൽ മെയിൻ റോഡിൽ തന്നെയാണ് സോഫിയ മന്തി ഉള്ളത്. നമുക്ക് ആലുവയ്ക്ക് പോകുന്ന റോഡിൽ തന്നെ ഉണ്ടാവും. മുട്ടത്താണ്, മെയിൻ റോഡിൽ തന്നെയാണ്. മെട്രോ പില്ലർ നമ്പർ 188A ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കയറാം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയൊരു ആഘോഷം കൂടെ ഉണ്ട്. ഇന്ന് മാപ്സ്ട്രീറ്റ് മീഡിയയുടെ 2nd ആനിവേഴ്സറി ആയിട്ട് ചെറിയൊരു കേക്കും കൂടെ ഇവിടെ ഉണ്ട്. ആ വീഡിയോ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി കേക്ക് മുറിക്കാൻ പോവാണ്. കേക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. കേക്ക് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അൺബോക്സിങ് ബൈ സന KN. ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. നമ്മൾ 2nd ആനിവേഴ്സറി മാപ്സ്റ്റിക് മീഡിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ മാറി കൈ മാറ്റാമോ പ്ലീസ്? വൃത്തിയായിട്ടിൽ എടുത്തോണ്ടിരിക്കണേ. ഗായ്സ്, അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ച് നമ്മുടെ 2ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടി കൈവയ്ക്കി, എല്ലാവരും കൈവയ്ക്കാൻ. അത് കുഴപ്പമില്ല. സന ഒറ്റയ്ക്ക് മുറിക്കണ്ട, എല്ലാവരും മുറിക്കണം. മുറിക്കി. എങ്ങടെയുള്ളൊന്ന് മുറിക്കാമോ ഒന്ന്? അതിനെടുക്ക്. കൈ വെച്ചെടുത്തു എൻ്റെ പൊന്നെ. ആ, സന നിർക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഹാഫ് പെപ്പർ അൽഫാമും, പിന്നെ എന്താ വേണ്ട, സ്പൈസി വേണം, പെരി വേണം. പെരി. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് പെരി അൽഫാമും. സ്പെഷ്യൽ എന്താ? മന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഹാഫ് പെരിയും ഹാഫ് പെപ്പറാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ. നമുക്ക് ഓർഡർ കൊടുത്തത് ഒരു ഹാഫ് പെരി. എന്തൊക്കെയാ പറഞ്ഞ മാഡം? ഹാഫ് പെപ്പർ, ഹാഫ് പെരി, അതല്ലേ പറയാൻ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. കണ്ടോ, നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. മട്ടൻ മന്തി ഉണ്ട്, ബീഫ് മന്തി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പെപ്പറും പെരിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ ഇവിടുന്ന് മുന്നേ ഗ്രീൻ ചില്ലി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഇത് കഴിച്ചിരിക്കണം. ഞാൻ ഗ്രീൻ ചില്ലി മാത്രം കഴിച്ചു. സ്പൈസിയും കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു പുതിയത് ഇറക്കിയിട്ട് വേണമെന്ന് പറയണേ. പൈനാപ്പിൾ ഒക്കെ ഉണ്ട്. പൈനാപ്പിൾ ഡേഞ്ചർ. പൈനാപ്പിൾ ഡേഞ്ചർ. പൈനാപ്പിൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ സാലഡാണ്. തക്കാളിയുടെ തക്കാളി ചട്നിയാണ് പറയാ. സോസ് ഇല്ല, എന്തൊരു സാധനം. പിന്നെ മയണൈസ് ഉണ്ട്. വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അയ്യോ, അത് നമ്മുടെ സാധനം വന്നിരിക്കുകയാണ്. ഞാനിത് നോക്കിയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. ആ സാധനം എത്തിയിരിക്കുകയാണ്. പിന്നെ പെപ്പർ, അത് പെരി. നമുക്ക് ഇങ്ങനെ 2 ബ്രസ്റ്റ് പീസ് 2 ചിക്കൻ പീസ് ആയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്ത് സോറി ലെഗ് പീസ് അങ്ങനെ ഫുഡ് അതെ ഫുഡ് എനിക്കൊരു
എനിക്കൊരു ഏത് അതേ ടേസ്റ്റ് അത് നിന്റെ ഇതല്ലേ? അതിന് ഇച്ചിരി എടുക്കുക, അതിന് ഇച്ചിരി എടുത്ത് വാങ്ങിട്ട് വെക്കും. നല്ല എരിവുണ്ടോ? നമ്മൾ എന്ത് ചെയ്താലും ഗണപതിക്ക് നട അടയ്ക്കണ പോലെ സാധനം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലാന്ന് അറിയുകയാണെങ്കിൽ ഞങ്ങൾ കഴിക്കും. പെപ്പറിന്റെ നല്ല ചവയുണ്ട്. പിന്നെ പെപ്പർ ഇട്ടതിൽ ഇതെടുത്ത് നോക്കും, പെരി പെരിയുടെ ടേസ്റ്റ് കേട്ടേ ഓക്കെ. റൈസ് ഓക്കെ. നെക്സ്റ്റ് വീണ്ടും വീണ്ടും പെപ്പർ. നെക്കിനെ റൈസിലൊക്കെ ഓക്കെ. കുഴച്ച് കുഴച്ച് ഞം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെപ്പറിന് നല്ല കുത്തുണ്ട്, പിന്നെ നല്ല എരിവുണ്ട്. സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ പെരി പെരിയുടെ പീസ് കൊടുക്കാം. നോർമൽ പെരി പെരി ചിക്കൻ്റെ ടേസ്റ്റാണ്. പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടും നല്ല സ്പൈസിയാണ്. എന്താണ് പെരി പെരി എന്നാണ് പച്ചമുളകാന്നല്ലേ പറയാൻ വന്നത്? എനിക്കറിയാം. രണ്ടും നല്ല സ്പൈസിയാണ്. പിന്നെ നല്ല റൈസുമാണ്. റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഫ്ലേവർ ഏറ്റവും ഇഷ്ടപ്പെടാം. പ്രത്യേകിച്ച് പെപ്പർ. പിന്നെ ഇതിൽ പെട്ടെന്ന് തപ്പുന്ന ഈ സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഭയങ്കര ശല്യമായിരുന്നു. അത് മുഴുവൻ തീർത്തിട്ടുണ്ട്. വീണ്ടും ചോദിച്ചിട്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ഇവരും കൂടെ കഴിക്കട്ടെ. ഇനി ഇവരെന്നിപ്പോൾ ഞാനിങ്ങനെ ലാഗ് അടിപ്പിക്കുന്ന ചൂട് ആറുമെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. അപ്പം നമുക്ക് ബാക്കി കഴിച്ചിട്ട് പെരി പെരി വേണമെന്ന് പറഞ്ഞാൽ ആദ്യം പെരി പെരി അടിച്ചു പറ്റി. അതാണ് കാര്യം. ശരി, പെപ്പർ എടുക്കാൻ എനിക്കിത് ഏത് ബ്രസ്റ്റ് പീസ് കണ്ടില്ലേ? അതാണ് കാല് പൊട്ടൻ. ഇത് വിങ്സ് കണ്ട അറിയാൻ നമ്മളെ കഴുത്ത്. ഇതേ ഒരു കഴുത്ത്. എന്റെ ഇത് ഞാൻ മൊത്തം ഫുള്ള് കഴിക്കില്ല കേട്ടോ. അത് കുറേ ഉണ്ട്. ആ അയാൾ കഴിച്ചിട്ട് പറഞ്ഞു. ചോറെടുത്തിട. സാലഡ് വയ്ക്കും. ഇത് കഴിക്കും. മുറ്റ ഞാൻ കരുതാക്കി കഴിഞ്ഞാൽ വീഡിയോ ആരെടുക്കും? ആ പെരി പെരിയും അപ്പൂന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കിച്ചിരി. അതിൻ്റെ ടേസ്റ്റ് കഴിക്കാനുള്ളതാ. ഏതാ നല്ലത്? നമുക്ക് മിഥുൻ സിഎമ്മിൻ്റെ അടുത്ത് ചോദിക്കാം ഗൈസ്. മിഥുൻ സിഎം പറയൂ. പെരുമണിയാണ് കുറച്ചുകൂടെ നല്ലത്. മറ്റേത് ഓവറായ പോലെ ടേസ്റ്റ് ഇട്ടുള്ള നല്ല എരിവുണ്ട്. ആഴ്ചയുടെ മുഴുവൻ തീർത്തിരിക്കുന്നു. ആച്ചല്ല തീർത്തത്, ശരിക്കും തീർത്തത് മിഥുൻ സിഎം ആണ്. മിഥുൻ സിഎമ്മിന്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. 3 തവണ എടുത്തുള്ളൂ. അപ്പൊ നമ്മള് ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തായിരുന്നു. ഒരു മിന്റ് ടീ, ലൈം ടീ, ജിഞ്ചർ ടീ എല്ലാം നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷെ അവസാനം ആകെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് സുലൈമാനി കുടിക്കാൻ നല്ല ടേസ്റ്റ്. കട്ടൻ ചായ ക്രിയേറ്റീവ് ആയിട്ട് പറഞ്ഞു. സുലൈമാന്റെ ആൾക്കാരാ. തനിക്കെല്ലാം സുലൈമാനിയാണ്. നമുക്ക് ഞങ്ങള് കട്ടൻ ചായ വീട്ടിൽ കുടിക്കുന്ന സാധനം. സനിക്ക് സുലൈമാനി. ഞാനൊരു എന്താ പറയാ ക്രിയാത്മകമായ
നോക്കിയാണ് ഇംഗ്ലീഷ് പറയും. മലയാളത്തില് ക്രിയാത്മകമായിട്ട് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറയും. കാര്യം ഞങ്ങൾ കൂടെ നടന്നിട്ട് കുറച്ച് മലയാളം പഠിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി ആരപ്പം ഞങ്ങളുടെ ഒപ്പം. പോടോ ഞാൻ എനിക്ക് സുലൈമാനെന്ന് പറഞ്ഞത് കുറച്ച് വിഭാഗം ആൾക്കാർ ഞമ്മന്റെ മുള്ളാന്ന് പറയാൻ വേണ്ടിയാണ്. അതല്ലെങ്കിലും പറയേണ്ടത് കമന്റ്സിൽ മൊത്തം ആൾക്കാർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഞമ്മന്റെ പുള്ളിയാണ് നമ്മുടെ പുള്ളിയാണ്. കാര്യം മൊത്തം തീർത്തേക്കാണ്. എൻ്റെ പെപ്പർ അൽഫാമും മന്തി ചെന്നാണ് ഇതും തീർന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെയും തീർന്നു. ഇവിടെ പിന്നെ തീരല്ല, തീരുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കും. അവിടെ ഉണ്ട്, അവിടെ തീർന്നു. ഓൾവേസ് മന്തി മേടിക്കുമ്പോൾ ആർക്കും വേണ്ടാതിരിക്കുന്ന ഒരു സാധനമാണിത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് വേണ്ടാത്ത സാധനങ്ങളുണ്ട്. എന്തുകൊണ്ട് നീ കഴിക്കുന്നില്ല? ഞാൻ കഴിക്കാറില്ല. എനിക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമല്ല, പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മയണൈസ് മാത്രം മതി. കണ്ടോ ഗൈസ്, തൊട്ടിട്ടില്ല, ഒരാളും തൊട്ടിട്ടില്ല. ആരും തൊട്ടിട്ടില്ല. ഞാൻ ദേ തൊടാൻ പോവാണ്. ഇതാണ് സൂഫി മന്തിയുടെ ഉൾഭാഗം. അതാണ് എൻട്രൻസ്. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ലൈക്ക് 2 പാർട്ടായിട്ടാണ്. എ സിയുടെ ഒരു ഏരിയയും നോൺ എ സിയുടെ ഏരിയയും. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചായിരുന്നു. 2nd ആനിവേഴ്സറി ആയിരുന്നു മാപ്പ് ചെക്കിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, കേക്കിരിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മന്തിയാണ്, ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. പിന്നെ നല്ല, അപ്പോൾ പെപ്പർ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടി സ്പൈസിയാണ്, മസാലയൊക്കെ പിടിക്കാത്ത പോലെ ഉണ്ട്. എല്ലാവർക്കും, എനിക്കും ഉൾപ്പെടെ എല്ലാവർക്കും പെരിയും അൽഫാമന്തിയാണ് ഇഷ്ടമായത്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ലൊരു മന്തിയുടെ ഷോപ്പാണ്. മന്തി എക്സ്ക്ലൂസീവായിട്ട് കിട്ടുന്ന ഷോപ്പാണ്. ഞാൻ നേരത്തെ ഇൻട്രോഡക്ഷനിൽ തന്നെ ലൊക്കേഷൻ കറക്റ്റായി പറഞ്ഞു തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ. നമ്മുടെ ഈ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. ബൈ.